എടാ ഇവൻ ഇത് ഇവിടുന്ന് പോയില്ലേ? എടാ ചന്ദ്രടാ, എടാ വീട്ടിൽ പോടാ നീ. വീട്ടിൽ പോടാ നീ. എടാ നിന്നോടല്ലേ പറഞ്ഞു വീട്ടിൽ പോടാ. അങ്ങനെ ചന്ദ്രൻ ആരും വീട്ടിൽ പറഞ്ഞു വിടാൻ നോക്കണ്ട. ചന്ദ്രന് കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടിയതും കൊണ്ട് വീട്ടിൽ പോകുന്ന ആളല്ല ചന്ദ്രൻ. കിട്ടിയത് തിരിച്ചു കൊടുത്ത് പലിശ സഹിതം തിരിച്ചു കൊടുത്തേടെ ചന്ദ്രൻ പോവുള്ളൂ. ഇതും പറഞ്ഞ് നീ ഇവിടെ നിന്നാണ് പലിശയും പലിശയുടെ പലിശയും കൂട്ടുപലിശയും ചേർത്ത് നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അറിയോ? ചന്ദ്രന്റെ അടുത്ത് ഒച്ചത്തിൽ സംസാരിക്കരുത്. ചന്ദ്രൻ അത് ഇഷ്ടമല്ല. മനസ്സിലായോ? എന്റെ പൊന്നെ, എടാ നിന്നെ അടിച്ച അതിനകത്തുണ്ടെന്ന് ഉറപ്പാണ്. എന്നാ പിന്നെ അകത്ത് കയറി അവനെ അടിച്ചൂടെ? അതാണ് നീയും ഞാനും തമ്മിലുള്ള വ്യത്യാസം. നിനക്കത് ബാർ, പക്ഷെ എനിക്കത് എന്റെ ആരാധനാലയം. അറിയോ? അഥവാ ചന്ദ്രൻ അതിൻ്റെ അകത്ത് കയറി എന്തെങ്കിലൊക്കെ ഒന്ന് നഷ്ടപ്പെടുകയോ ഒരു കുപ്പിയങ്ങാനും താഴെ വീണ് പൊട്ടുവാണെങ്കിൽ എന്റെ ചങ്കുരുകത്തില്ലേ? ഒന്ന് മനസ്സിലാക്കണം. അത് മാത്രമല്ല, ചന്ദ്രൻ അതിൻ്റെ അകത്ത് കയറി വെള്ളം അടിക്കാൻ പോകുന്നത് മനസമാധാനത്തിനാ, അടിയടിക്കാനല്ല. അഥവാ അതിൻ്റെ അകത്ത് ഞാൻ എന്നെ അടിക്കുന്നവൻ ഇവിടെ ഇറങ്ങി വന്നാൽ അവനെ ഞാൻ ഇവിടെ ഇട്ട് കീറും. ഇവിടെ ഇട്ട് ഞാൻ പൊട്ടിക്കുവോ? മനസ്സിലായണം. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നിന്നെ അടിച്ചവനെ കണ്ടാൽ നിനക്ക് തിരിച്ചറിയാൻ പറ്റും? അത് തിരിച്ചറിയാൻ പറ്റും. അതെന്തുവാ? അത് അവന്റെ അടുത്ത് അവന്റെ മീശക്കകത്തെ ഇവിടെ ഇരിക്കുന്ന ടച്ചക്സിന്റെ മിച്ചർ ഇരിപ്പുണ്ട്. എന്റെ പൊന്നെ ചന്ദ്ര, നിന്നെ ഞാൻ പേഴ്സണലായിട്ട് അറിയാവുന്നതുകൊണ്ട് പറയാണ്, ഈ ടച്ചിൻസിന്റെ അടയാളമായിട്ട് നീ അകത്തോട്ട് കയറി ചെന്നാൽ വല്ല പിച്ചാത്തി പിടി വെച്ച് കെട്ടിക്കഴിഞ്ഞാലേ നിന്റെ പിള്ളേരാണ് അനാഥരായി പോകുന്നത്. പിള്ളേരാണ് ആരാധനായി തീരുന്നത്. പ്രൊഡ്യൂസർക്ക് ഇല്ലാത്ത വിഷമം പ്രൊഡക്ഷൻ കൺട്രോളർക്ക് വേണ്ട. ഞാൻ നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നത് കേട്ടാ. ആ സ്നേഹം എന്താന്നൊക്കെ എനിക്ക് അറിയാം കേട്ടാ. എന്താണ് ഒരുമാതിരി കുത്തി സംസാരിക്കുന്നത്? ഇവിടെ ഉണ്ട്. എന്റെ പെണ്ണുപിള്ളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അവള് വരും. അവള് വന്നാൽ നിന്നെ പൊക്കി എടുത്തോണ്ട് പോക്കോളൂ കേട്ടാ. ഒരവസരം കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു നീ അല്ലേ എന്റെ പെണ്ണുമ്പിള്ളെ വിളിക്കാൻ? അയ്യോ സോറി, നിന്റെ കാമുകിനെ, പഴയ കാമുകിനെ വിളിക്കാൻ അല്ലേടാ ചേട്ടാ. അയ്യോ വന്നടാ. നീ അപ്പൊ ഒരു അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നില്ലേടി ഇവന്റെ വിളിക്ക് വേണ്ടിട്ട്. തോന്നിവാസം പറയത് ചന്ദ്രേട്ടാ. നിനക്ക് തോന്നിവാസം കാണിക്കാം. എന്തൊരു കഷ്ടാണ്. ആ കല്യാണത്തിന് ആദ്യ രാത്രി എന്നോട് നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തുറന്ന് പറയോ, ഞാൻ ആ സെൻസിൽ എടുക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് ചോദിച്ചില്ലേ നിനക്ക് ആരോടെങ്കിലും സ്നേഹം ഉണ്ടോന്ന്? ഞാൻ അതാന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞതല്ലേ ഈ കുമാരേട്ടനോട് സ്നേഹം ഉണ്ടെന്നുള്ളത്. നിങ്ങളിങ്ങനെ കുത്തി 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 എന്നെ വേദനിപ്പിക്കാനാണെങ്കിൽ സാധാരണ പെണ്ണുങ്ങൾ പറഞ്ഞ പോലെ എന്റെ പൊന്നു ചേട്ടാ ഞാനൊരു ചെക്കന്റെ മുഖത്ത് പോലും നോക്കിയിട്ടില്ലെന്നുള്ള ഡയലോഗ് ഞാൻ പറഞ്ഞേനെ. മനുഷ്യ, നമ്മളെ പിള്ളേരാണേ സത്യം. നമ്മളെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ കുമാരേട്ടനായിട്ട് ഞാനൊരു ബന്ധമില്ല. അല്ലേ കുമാരേട്ടാ? നമ്മളെ വിളി കേട്ടാ മറ്റേ ശ്രീകൃഷ്ണ പറയുന്ന ലക്ഷ്യ പോലെ. ഒന്നുകൂടെ കുമാരേട്ടാന്ന് വിളിച്ചേ. കുമാരേട്ടാ. അതെ, നീ എന്നെ എന്താ വിളിക്കുന്നത്? ചന്ദ്രേട്ടാന്ന്. അവനെ വിളിക്കുന്നത് കുമാരേട്ടാന്ന്. അങ്ങനെ ഒരു നാട്ടില് രണ്ട് ചേട്ടന്മാര് വേണ്ട. മനസ്സിലായ? കുമാരേട്ട ചേട്ടനെ കട്ട് ചെയ്തിട്ട് കുമാരാന്ന് വിളിക്കടി. ചേട്ടാ, പ്രായത്തിന് മീതുള്ള ആളെങ്ങനെയാ പേര് വിളിക്കുക? ഏതൊക്കെ വിളിക്കുന്നുണ്ടോ? വിളിക്കടി. കുമാരാ. അയ്യോ, അതങ്ങ് പുരാണമായി. ബാലയാട്ടിച്ചാണോ ഇവിടെ? അറിയാൻ നീ ബാലക്കാരിയാണോ? കുമാരാന്ന് വിളിക്കടി. വീട്ടിൽ പോവാ. എന്നെ തല്ലിയവൻ ഈ ബാറിനകത്തിരുന്ന് കുടിക്കുന്നുണ്ട്. ഞാൻ അവനിറങ്ങി, ഞാൻ നമുക്കൊന്ന് അടിച്ച് ഇവിടെ വെട്ടി കീറിയിട്ട് നമുക്ക് വീട്ടിൽ പോവാം. ചേട്ടാ വേണ ചേട്ടാ, വേണ ഞാൻ ഇന്ന് പൊന്നു സുഹാസിനി, എങ്ങനെയെങ്കിലും അവനെ വിളിച്ചോണ്ടൊന്ന് പോ. അകത്തേതോ കൊട്ടേഷൻ ടീമിൽ നിന്ന് മദ്യവെത്തിക്കുക, അവരുടെ കൈ കെട്ടിക്കളെ വെട്ടി പൊളിക്കളയും. എങ്ങനെയെങ്കിലും ഒന്ന് നീ എന്തെങ്കിലും പറഞ്ഞ അവനെ ഒന്ന് വിളിച്ചോണ്ട് പോ. ചന്ദ്രേട്ടാ, നിങ്ങക്ക് എന്തെങ്കിലും സംഭവിച്ച ഞങ്ങൾക്ക് ആരാ ഉള്ളത്? നമ്മളെ പിള്ളേര് പ്രോഗ്രസ് കാർഡിൽ ആരും ഒപ്പിടും. അത് നീ ഒപ്പിട്ടാ പോരെ? അല്ല, എന്റെ ഒപ്പ് ഷൂന്നാ, എനിക്കത് ചമ്മല. ചമ്മല്. അവനെ കൊണ്ടാ എനിക്ക് നാണക്കേടി. എത്ര നേരം അവൻ അടിച്ച് പിറ്റ ഇവിടെ കിടക്കുവാന്ന് അറിയായിരുന്ന? തുണിയില്ല, മണിയില്ല. അവസാനം ഞാൻ ഒരു മുണ്ട് കൊണ്ട് പുറപ്പിച്ച ആരാണ്ടൊക്കെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നതൊക്കെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും നയത്തി പറഞ്ഞ് നീ അവനെ ഇവിടുന്ന് കൊണ്ടുപോ. എന്താ പറയാ ചേട്ടാ? ചന്ദ്രേട്ടാ, ഇങ്ങോട്ട് വാ. നിങ്ങൾ വീട്ടിക്ക് നേരത്തെ വരും വിചാരിച്ചത്. ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല കോട്ടമ്പുളി ഇട്ടിട്ടുള്ള അയിലക്കറി, നല്ല കോവയ്ക്ക് ഉപ്പേരി, ആ ബീഫ് ഇങ്ങനെ വരട്ടിയത്, പിന്നെ നല്ല ഉണ്ട ചമ്മന്തി, പിന്നെ മത്തി പറ്റിച്ചത്. മത്തിയെ പറ്റിക്കുന്നില്ല, എന്നെ പറ്റിക്കാൻ നോക്കാണോ? അല്ലല്ല, അങ്ങനെയാണ് എന്റെ മോളൊരു കാര്യം ചെയ്യും. വീട്ടിൽ ചെന്ന് ഒരു പാർസൽ എടുത്തോണ്ട് പോവാ. നമുക്ക് ഇവിടെ നിന്ന് കഴിക്കുകയും ചെയ്യാം, എന്നെ തല്ലി ആളെ കണ്ടുപിടിക്കുകയും ചെയ്യാം. നമുക്ക് എടുക്കണം. എനിക്ക് എന്താ വേണ്ടെന്ന് അറിയാം.
നീ പൈസ എടുത്തെന്തിന് പൈസ എടുത്തെന്തിനാന്ന് നിങ്ങൾക്ക് ബാറി കയറി നടിക്കാം. ആ. അപ്പൊ എനിക്ക് ബാറി നടിച്ചൂടെ? ആ, ചന്ദ്രന്റെ ഭാര്യ 24 മണിക്കൂറും ബാറിലാണ് എന്നുള്ളത് നാട്ടുകാരൊക്കെ പറയട്ടെ. എന്നിട്ട് ചന്ദ്രന്റെ നാടുകേട് വരട്ടെ. നീ പോവരുത്. ഞാൻ പോവും. എടി പോവരുത്. നിന്നോടാ പറഞ്ഞു. ഞാൻ പോവും. ഞാൻ നിന്റെ കാല് പിടിക്കാം. അങ്ങനെ പറയുന്ന കബാലിയെന്ന് ഓർക്കണ്ട. നിനക്കിത് നേരത്തെ ചെയ്യാമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ പുറത്ത് കൊടുക്കുന്ന ഷെയർ എനിക്ക് വീട്ടിൽ ഇട്ടാൽ മതിയായിരുന്നു. അത് മാത്രല്ലടി, നീ ഇത് നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ ഇപ്പൊ ബാറുകാരി നമ്മുടെ പ്രിയദർശിനി ബസ്സിൽ പെണ്ണുങ്ങളെ ഫ്രീ ആയിട്ട് കയറ്റി വിടുന്നില്ലേ? നീ അടക്കമുള്ള പെണ്ണുങ്ങൾ ഇത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ബാറുകാരി നമുക്ക് ഫുള്ള് ഫ്രീ ആയിട്ട് തന്നെ. അത് നമുക്ക് ഒരു വിധത്തിൽ അടിക്കായിരുന്നു. നീ എല്ലാം നഷ്ടമാക്കി കളഞ്ഞു. സാരമില്ല, നീ ഒരു കാര്യം ചെയ്യ്, അവിടെ ചെന്നൊരു ഫുൾ എടുത്ത് വെക്ക്. എന്നിട്ട് 2 സോഡയും ഒരു ടച്ചിങ്ങും മേടിച്ചു നോക്ക്. ഞാൻ ഇപ്പൊ അവനെ നോക്കിയിട്ട് വരാം. നന്നാവില്ല. നിങ്ങൾ ഒരു കാലത്ത് നന്നാവില്ല. ഞാൻ പോവാ. സുഹാസിനി, നീ പോകരുത്. നീ പോയി കഴിഞ്ഞാൽ പോലീസ് വരെ അവനെ അറസ്റ്റ് ചെയ്യും. 2 ദിവസത്തേക്ക് അവധിയാ. ജാമ്യം പോലും കിട്ടത്തില്ല. സുഹാസിനി, നീ ഇപ്പൊ ഇവിടുന്ന് പോകരുത്. അവനെ കൊണ്ടുപോകണം. നീ പോകരുത്. അവള് പോകാതിരിക്കട്ടെ, നിന്റെ ആവശ്യമായി മാറിയല്ലോടാ. നീ എന്ത് പറയുന്നില്ല ഈ കാണിക്കുന്നത്? സംഭവം എന്തോ ചെന്നണ്ടല്ലോ. വേണ്ട, ഒന്നും ചെയ്യണ്ട. ഇപ്പൊ അങ്ങനെ ഇപ്പൊ എന്റെ നേരെ കുറ്റമായില്ല. എനിക്കിത് വേണടാ. വേറെ വഴിയുണ്ട്. എന്തീ കാണിക്കുന്ന എല്ലാവരും ഇങ്ങനെ വഴക്കുണ്ടാക്കണേ? എന്താ ചന്ദ്രൻ അടിച്ചോണ്ട് മിണ്ടാണ്ടിക്ക്. നിങ്ങൾ ഇങ്ങനെ കള്ളു ഓടിച്ചിട്ട് എന്റെ അച്ഛന് വയ്യാണ്ട് എടുക്കുമ്പോ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് നിങ്ങളൊന്ന് കൊണ്ടുപോയാ. എനിക്ക് അത് അന്ന് തോന്നിയത് എന്താണെന്നറിയോ? ഈ കട്ടപ്പുറത്തിരിക്കുന്ന ഓട്ടോയ്ക്ക് എന്തിനാടി എഞ്ചിൻ ഓയിൽ ആലോചിച്ച് പോയി. അച്ഛന്റെ കാര്യം പോട്ടെ. എന്റെ അമ്മേനെ ആ ലാബിൽ കൊണ്ടുപോയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ. നിങ്ങൾ ചെയ്താ? ഇവളുടെ അമ്മയുടെ കാര്യം, ഇവളുടെ അമ്മയെ കൊണ്ട് ടെസ്റ്റ് കളിപ്പിച്ചാ പോരാ, അവരെ കൊണ്ട് 20 കളിപ്പിക്കണം. അത്ര കൊണ്ട് അവളുള്ളതായിരിക്കുന്ന അഹങ്കാരം. ഇനി സുഹാസിനെ പ്രതീക്ഷിക്കണ്ട. നിങ്ങൾ ജീവിതത്തിൽ സുഹാസിനെ പ്രതീക്ഷിക്കണ്ട. ഞാൻ പോവാ. എവിടെ പോയി? ഏതെങ്കിലും നരകത്തേക്ക്. നരകത്തിലൂടെ നിന്റെ അച്ഛനെ ഞാൻ തിരക്കെന്ന് പറഞ്ഞു. നീ എനിക്ക് പറ്റി അറിയല്ല. ഞാൻ എന്നെ തല്ലിയൊന്ന് നോക്കട്ടെ. നീ ഇവിടെ നിന്തോ, ഞാൻ അവനെ സുഹാസിനി ഇഞ്ഞ വന്നേ. ഇത് പിടിച്ചേ. ഇത് മോരും വളർത്തി ചുക്കും കഷായും ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളക് എല്ലാം ഇട്ടുള്ള മിശ്രിതമാണ്. ഇത് അവനെ കൊണ്ട് കുടിപ്പിക്കണം. കുടിപ്പിച്ച് 1 മണിക്കൂർ കഴിഞ്ഞാൽ അവൻ നോർമലാകും. അല്ല, ഇത് കുടിച്ചെന്തേലും പറ്റുമോ? ഒന്നും പറ്റത്തില്ല. 1 മണിക്കൂർ കഴിഞ്ഞാൽ നോർമലാകും. കുടിക്കോ? എന്തെങ്കിലും പറയും. നീ ഒന്ന് കുടിപ്പിക്ക്. ഈശ്വര, എന്തു പറയാനാ? ചന്ദ്രേട്ടാ. കൊള്ളാം. സ്വന്തം ഭർത്താവിന് ഭാര്യയും മുൻകാമുകനും കൂടി വിഷം തന്നു കൊന്നു. ഇതായിരിക്കൂടി നാളെ പത്രത്തിൽ വരുന്ന മെയിൻ ന്യൂസ്. അയ്യോ, നിന്നാണ് സത്യം. അതിനകത്ത് കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി അത്ര ഉള്ളു. സത്യം. അയ്യോ, സമാധാനമായി. അയ്യോ, ഇതൊക്കെ എന്തുവാടി? സംഭവം എന്റെ ചേട്ടൻ ഞാൻ എവിടെ വിളിക്കാൻ പോയാലേ നമുക്ക് കൈപിടിക്കും. അതാ ശീലം. അങ്ങനെ സുഹാസിനി, എന്തോ പണ്ട് നിന്റെ വീട്ടുകാർ നിർബന്ധിച്ചപ്പോൾ ആ കല്യാണത്തിന് സമ്മതിക്കാതെ സ്നേഹിച്ച കാമുകനെ കെട്ടണമെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? തോന്നില്ലേ? അങ്ങനെ തോന്നണ്ട. ഈ സിറ്റുവേഷൻ അങ്ങനെ തോന്നണ്ടാണ്. അതുകൊണ്ടാ കുമാര, കല്യാണത്തിന് മുമ്പ് ഞാനും നിങ്ങളും തമ്മിൽ പ്രണയത്തിലായിരുന്നു ഉള്ള കാര്യം സത്യമാണ്. പക്ഷെ കെട്ടിക്കഴിഞ്ഞപ്പോ തന്നെ ഞാൻ നിങ്ങളായിട്ടുള്ള ആ ബുക്ക് കണ്ട് അടച്ചു വെച്ചു. അതങ്ങനെ തന്നെ ഇരിക്കും. ബ്രേക്ക് എടുക്കണുണ്ടല്ലോ, ഇങ്ങനെ ഇച്ചിരി കള്ളു കുടിക്കെങ്കിലും ഉണ്ടല്ലോ, എന്നെ എന്റെ മക്കള് പൊന്നു പോലെ നോക്കും. എന്റെ പിള്ളേരെ അച്ഛനാണത്, അറിയോ? പാവം മനുഷ്യ.
എവിടെയെന്നോ മിണ്ടി പോരുത്. നമുക്ക് വീട്ടിൽ ചെന്ന് പറയാം. സോറി തിരിച്ചിരി ഫിറ്റായി പോയി. കുമാരാ എന്തുണ്ടോ വിശേഷം? സുഖം. പിള്ളേർക്ക് എവിടെ? പിള്ളേരൊക്കെ വീട്ടില് ആണല്ലേ? സുഖമായിട്ടിരിക്കുന്നില്ലല്ലേ? ഞാനിങ്ങനെ എന്താ എന്താ എന്നാ സംഭവം എന്താ? എടാ നമ്മുടെ വീടിന്റെ അതിലെ കൂടെ പോണ AVJ ബസ്സാ പോയത്. ആണോ? നമ്മളറിയുന്നത് എത്ര പേരുണ്ടാവും? നമ്മൾ രാവിലെ തന്നെ ഈ ബാറിന് മുമ്പിൽ നിന്ന് നാട്ടുകാരുണ്ടോ നാണക്കേടല്ലേ? കാര്യകുമാരാ ഞാൻ 2 അടിക്കുന്നുള്ളൂ എന്നും പറഞ്ഞ നാട്ടുകാരെ മൊത്തം അറിയിക്കേണ്ട കാര്യമുണ്ടോ നമുക്ക്? എന്നാലും എന്റെ ചന്ദ്ര